ആര്യനെ ഔട്ടാക്കാൻ ആരും ശ്രമിക്കണ്ട, ആരും തനിയെ ഔട്ടായിക്കോളൂ, എന്നെ ആരും ഔട്ടാക്കണ്ട, ഞാൻ ഔട്ടായിക്കോളൂ എന്ന് പറഞ്ഞ പോലെ രീതിയിലാണ് ആര്യന്റെ പോക്ക്. അതുപോലെ ഒരു കാര്യം ഇപ്പൊ ഈ രേണു സുധിക്ക് ജീവൻ കൊടുത്തോണ്ടിരിക്കുന്നവരാണ്. രൺബീർ കപൂർ ആണ്, ഞാൻ അതോട് തല പൊട്ടടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ ഇച്ചിരി കുറവാണ്. കാരണം ചില സംസാരവും പ്രവൃത്തിയൊക്കെ വളരെ നെഗറ്റീവാണ് അവിടെ കൊണ്ടുപോയി. അതിനെ മറ്റുള്ളവർ അധികം ഹൈലൈറ്റ് ചെയ്യാത്തത് ഒരു എന്തോ അവനോടുള്ള ഒരു ക്യൂട്ട്നെസ് കൊണ്ട് ഇഷ്ടം കൊണ്ടായിരിക്കും പലരും ഹൈലൈറ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ പറഞ്ഞ് പുറത്ത് വിടാൻ മാത്രമുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ചേട്ടൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും രേണു സുധി തല ചൊറിയുന്നത് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു? വെറുതെ കിച്ചൺ ടീമിലൊന്നും അവര് വരുന്നില്ല. അവര് ആ ഭാഗത്തോട്ടം വരികയില്ലെന്ന്. അവര് ബെഡ്റൂമിൽ കിടക്കുക. അവിടെ ആരെങ്കിലും ചെന്ന് അവരോട് സംസാരിക്കും. അല്ല എല്ലാവരും ലിവിംഗ് റൂമിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞാൽ മാത്രം ഒന്ന് എഴുന്നേറ്റ് അവിടെ വന്നിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ അവരൊരു കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, അവരൊന്നിലും ഇല്ല. അവരവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ആയപ്പാടെ രേണു സുധി എന്ന് പറയുന്ന ആളിനോട് ഞാൻ കിച്ചൺ ടീമിലായിരുന്നു. അപ്പൊ ഇവര് ഫുഡ് എടുത്തോണ്ട് പോയിട്ട് കളയും. ഇവര് കുറച്ചേ കഴിക്കുള്ളൂ. ഒരു ദോശയൊക്കെ എടുത്താൽ പോലും അതിന്റെ പകുതി കഴിച്ചിട്ട് കളയും. ഞാൻ ഫുഡ് കളയുന്നത് എനിക്ക് വലിയ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആവശ്യമുള്ള എടുത്താൽ പോലും, നിങ്ങൾക്ക് എന്തിനാണ് ആവശ്യമില്ലാതെ എടുത്ത് കളയുന്നത്? ഇവിടെ ഒന്നാമത് എല്ലാവർക്കും തികയാതെ ലിമിറ്റഡേ അവിടെ കിട്ടുള്ളൂ റേഷൻ. അപ്പൊ അത് എനിക്ക് ഇഷ്ടമല്ല. അല്ല, കരിഞ്ഞു പോയതുകൊണ്ട് ഞാൻ കളഞ്ഞു. അനുമോള് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞ് തലയിൽ പെയിൻ ഉണ്ട്, അപ്പൊ വൃത്തിയില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ അത് വെച്ചിട്ട് പുറത്തു പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചിട്ട് അപ്പൊ മനസ്സിലായത് ബുദ്ധി അത്ര തീരെ ഇല്ലാത്ത ആളല്ല. അതിനെ ഉപയോഗിക്കാൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നറിയാം. സെറ്റി ടാങ്ക് എന്നുള്ള പേര് അതിനെ എടുത്ത് വിൽക്കാൻ പറ്റും, അതിനെ ഒന്ന് മുതലാക്കാൻ പറ്റും. ആ ഒരു ബുദ്ധി അവർ പ്രയോഗിച്ചു. അപ്പൊ അത് തീരെ ബുദ്ധിയില്ലായ്മല്ല. ഈ ജീവനില്ലാതെ കിടന്ന ഒരാളിന് പിന്നെ ഈ കൃത്രിമശ്വാസം കൊടുത്ത പോലെ ആയിപ്പോയി. ഇയാളൊക്കെ ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ ഒഴിവാക്കി വിടുകയാണ് വേണ്ടത്. അതിന് പകരം അതിന് ആ ആളുകൾ മറന്നുപോയനായിരുന്നു അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അത് ഇയാള് ഈ പേര് കൊടുത്തു. കാരണം തലവേദന, ഒരു എവിക്ഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് ഒരു തലവേദന കഴിഞ്ഞ് ആ സമയത്ത് തലവേദന, അത് കഴിഞ്ഞപ്പോ തലവേദന ഒന്നും ഇല്ല, ഭയങ്കര ചാട്ടം വേണം. അനു എന്തും പറയും. അനു ശരിക്കും പറഞ്ഞ ഒരു ഗെയിം പ്ലാൻ ആയിട്ടും ചെയ്യുന്നൊന്നുമില്ല. ശീലം അതാണ്. അത് ബിഗ് ബോസിന് പ്രയോജനം ചെയ്യുന്നുണ്ട്. കാരണം കണ്ടന്റ് രേണു അനുവിനോട് ഭയങ്കര പേഴ്സണൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് എന്നോട് സീക്രട്ട് ആയിട്ട് വന്ന് പറയായിരുന്നു, എന്നോട് പേഴ്സണൽ ആയിട്ട് പറയായിരുന്നു, ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. തീർച്ചയായിട്ടും ഈ ഒരു സാധനം മതി, എനിക്ക് പുറത്ത് പോകണം എന്നൊക്കെ പറയുമ്പോൾ അത് ചർച്ചയായി. അത് അതിനെ കുറിച്ച് പിന്നെ ഇപ്പൊ വീണ്ടും ചിലപ്പോൾ സാറ്റർഡേ ലാൽ സാർ വരുമ്പോഴത്തേക്ക് ഇത് വീണ്ടും ചർച്ചയായപ്പെടും. എന്തെങ്കിലും വീണ്ടും കിട്ടുന്ന ആര് സ്വന്തമായിട്ട് ഒരു സാധനം അവരുണ്ടാക്കിയിട്ടില്ല. എല്ലാം അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണ്. ഈ കഴുതുകൾ അത് മനസ്സിലാക്കണം.